ഹലോ, ക്യാമറ സ്കാനിൽ നിന്നാണ്. നമ്മുടെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത്. അതായത് ഇപ്പോൾ എല്ലാം ലേസർ ബീം അടിച്ചിട്ട് ഒത്തിരി ക്യാമറകളിൽ സെൻസർ പോകുന്നുണ്ട്. ഇതാണ് ലേസർ അടിച്ചാൽ നമുക്ക് ശരിക്കും ക്യാമറയിൽ എഫക്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇത് നേരെ ത്രൂ വന്നിട്ട് സെൻസറിൽ അടിച്ചിട്ട് സെൻസർ ബേണായിട്ടാണ് ഈ CMOS കംപ്ലൈൻ്റ് ആവുന്നത്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ലേസറിൻ്റെ പരിധിയിൽ നിന്ന് മാറി നിൽക്കുക, ലേസറുള്ള ഫംഗ്ഷനിൽ പോകാതിരിക്കുക. നമ്മൾ പറഞ്ഞു തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ക്യാമറ ഓഫ് ആണെങ്കിൽ പോലും നമ്മുടെ ഈ സെൻസർ ഇവിടെ ഷട്ടർ ഓപ്ഷൻ ഓഫ് ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇത് ഓഫാക്കിയാലും ഇത് തുറന്നു തന്നെ നിൽക്കും. അപ്പോൾ അതുപോലെ തന്നെ വിഫൈൻഡർ ഇവിടെയും നമുക്ക് ഇതിനകത്ത് LCD ആണുള്ളത്. ആ LCDയിലും ഉണ്ട് ഇതുപോലെ തന്നെ ചെറിയ ഡോട്ട്സ് ഉള്ള CMOSകൾ വരുന്നുണ്ട്. അപ്പോൾ അതും കംപ്ലൈൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ സെൻസറുകൾ ഇതിനെങ്ങനത്തെ പ്രോബ്ലം ഒപ്റ്റിക്കലായിട്ട് കാണുന്ന എല്ലായിടത്തും ഈ സെൻസറുകളുണ്ട്. അപ്പം അതെല്ലാം ഈ ലേസർ അടിച്ച് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫംഗ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ ഒന്നുകിൽ എടുത്തിട്ട് നമ്മുടെ ബാഗിനകത്ത് ക്യാമറ വെച്ചേക്കുക. ചുമ്മാ തോളായിട്ടുണ്ട് നടന്നാൽ പോലും ഈ ബാക്കിലത്തെ LCD വരെ കംപ്ലൈൻ്റ് ആവുന്നുണ്ട്. അങ്ങനത്തെ കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇത് പോയി ഇൻ കേസ് പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റെഡിയാക്കുന്നുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ പോകാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം. അപ്പോൾ ഇത് നിങ്ങളൊന്ന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഒത്തിരി പേർക്ക് ഇപ്പം വന്നിട്ട് ഇതൊക്കെ 80,000 രൂപയൊക്കെ M4ൻ്റെ സെൻസറിൻ്റെ വില 80,000 തൊട്ട് മേലോട്ടാണ്. 7M3 പോലും എനിക്കൊന്നൊരു 55,000 രൂപയൊക്കെ വില വരുന്നുണ്ട്. USRൻ്റെ അതുപോലെയൊക്കെ നല്ല വിലയുള്ള സെൻസറാണ്. അതുകൊണ്ട് മാക്സിമം ഇത് പോകാതെ സൂക്ഷിക്കുക. അപ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനലൊന്ന് ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ ഫോളോ ചെയ്യുക. ഓക്കെ, താങ്ക് യു.